അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DME അഥവാ മെക്കാനിക്കൽ സെമസ്റ്റർ 5 പേപ്പറാണ്. നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പേപ്പറാണ് DME എന്ന് പറയുമ്പോൾ. അപ്പം കഴിഞ്ഞ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സിറ്ററിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്ന സമയത്ത് നമ്മൾ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നിങ്ങനെ ഓരോന്നും ഓരോ മൊഡ്യൂൾ വൈസ് തരംതിരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ പാർട്ട് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് മീൻ ബൈ കൈനമാറ്റിക് ചെയിൻ. എന്താണ് കൈനമാറ്റിക് ചെയിൻ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഒരു ഡെഫിനിഷൻ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ആദ്യം കൈനമാറ്റിക് ചെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൈനമാറ്റിക് ചെയിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കൈനമാറ്റിക് ചെയിൻ എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു ലിങ്ക് ഉണ്ട് ഇവിടെ, ലിങ്ക് 1, അതുപോലെ തന്നെ ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4. ലിങ്ക് 4 എന്ന് പറയുന്നത് ഏതാണ്? ലിങ്ക് 4 എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഭാഗമാണ് ലിങ്ക് 4 ആയിട്ട് വരുന്നത്. ഓക്കെ, ഏതാണ് ലിങ്ക് 4? ഈ സ്റ്റേഷനറി ലിങ്ക്, ഇതിന് വിളിക്കുന്ന പേര് സ്റ്റേഷനറി ലിങ്ക്, അല്ലെങ്കിൽ അത് ലിങ്ക് 4 ആണ്. അങ്ങനെ നമുക്ക് 4 ലിങ്കുകൾ ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരു 4 ബാർ ചെയിൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും കൈനമാറ്റിക് ചെയിൻ എന്ന് പറഞ്ഞാൽ when the kinematic pair are coupled, ഈ കൈനമാറ്റിക് പെയറുകൾ കപ്പിൾ ചെയ്തിട്ടുണ്ട് in such a way that the last link is joined to the first link. ലാസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ലിങ്കിനോട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ലാസ്റ്റ് ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഒരു സ്റ്റേഷനറി ലിങ്ക്, അതായത് ഒന്നായിട്ടൊരു സ്റ്റേഷനറി ലിങ്കാണ്. ഈ സ്റ്റേഷനറി ലിങ്കിനോട് ഫസ്റ്റ് ലിങ്കിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ലിങ്ക് ആയിരിക്കണം അല്ലെ. ഫസ്റ്റ് ലിങ്ക് ട്രാൻസ്മിറ്റ് ഒരു ഡെഫിനിറ്റ് മോഷൻ എന്ത് ചെയ്യുന്നു? അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് കൈനമാറ്റിക് ചെയിൻ. അത് കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ ഒക്കെ ആയിരിക്കാം. പലതരത്തിലുള്ള മോഷൻ ഉണ്ട്, കംപ്ലീറ്റ്ലി ഉണ്ട്, ഇൻകംപ്ലീറ്റ്ലി ഉണ്ട്, അതുപോലെ തന്നെ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ, ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ് when the kinematic pairs? എന്താ കൈനമാറ്റിക് പെയർസ് എന്ന് പറഞ്ഞാൽ ലിങ്ക് 4ഉം ലിങ്ക് 1ഉം തമ്മിൽ ഒരു കൈനമാറ്റിക് പെയർ ആണ്. അപ്പൊ എന്താണ് കൈനമാറ്റിക് പെയർ എന്നൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, കൈനമാറ്റിക് പെയർ റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവ തമ്മിൽ രണ്ട് ലിങ്കുകൾ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈനമാറ്റിക് പെയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ലിങ്ക് 1ഉം ലിങ്ക് 2ഉം തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈനമാറ്റിക് പെയർ. അപ്പോൾ രണ്ട് ലിങ്കുകൾ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈനമാറ്റിക് പെയർ എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൈനമാറ്റിക് പെയർസ് ആർ കപ്പിൾഡ്. ഇങ്ങനെയുള്ള കൈനമാറ്റിക് പെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? കപ്പിൾ ചെയ്തിട്ടുണ്ട് അഥവാ ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലാസ്റ്റ് ലിങ്ക് ഈസ് ജോയിൻഡ് ടു ദ ഫസ്റ്റ് ലിങ്ക്. ലാസ്റ്റ് ലിങ്ക് എങ്ങോട്ട് ജോയിൻ ചെയ്യണം? ഫസ്റ്റ് ലിങ്കുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടു ട്രാൻസ്മിറ്റ് എ ഡെഫിനിറ്റ് മോഷൻ, ഒരു പ്രത്യേക മോഷൻ അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈനമാറ്റിക് ചെയിൻ. ഇത് ഫസ്റ്റ് ഡെഫിനിഷനാണ്. ഇത് കൈനമാറ്റിക് ചെയിനിന്റെ ഒരു ഡെഫിനിഷനാണ്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കൂ. ഇൻ അതർ വേർഡ്സ് എ കൈനമാറ്റിക് ചെയിൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ കോമ്പിനേഷൻ ഓഫ് കൈനമാറ്റിക് പെയർ. കൈനമാറ്റിക് പെയറിന്റെ കോമ്പിനേഷൻ ആണ് അല്ലെ. ഇവിടെ എത്ര കോമ്പിനേഷൻ ഉണ്ട്? 4 കോമ്പിനേഷൻ ഉണ്ട് അല്ലെ. അങ്ങനെ 4 കൈനമാറ്റിക് പെയർസിന്റെ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻ കൈനമാറ്റിക് പെയറിന്റെ കോമ്പിനേഷൻ ആണ്. എങ്ങനെയാണ്? ജോയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് ജോയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് ലിങ്ക് ഫോം എ പാർട്ട് ഓഫ് 2 പെയർസ്. ഓരോ ലിങ്കും ഓരോ പെയറിന്റെ പാർട്ടായിരിക്കും, 2 പെയറിന്റെ പാർട്ടായിരിക്കും. എക്സാമ്പിൾ ഈ ലിങ്ക് 2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലിങ്ക് 1ഉം ലിങ്ക് 4ഉം തമ്മിലുള്ള ഒരു കൈനമാറ്റിക് പെയറിന്റെ ഒരു ഭാഗമാണ് ലിങ്ക് 2 എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം, അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു കൈനമാറ്റിക് പെയറിന്റെ ഭാഗമാണ് അല്ലെ. ഈ ഫിക്സഡ് ലിങ്കിന്റെയും ലിങ്ക് 1 കൂടി ചേർത്ത് ഒരു കൈനമാറ്റിക് പെയർ ആണ്. അങ്ങനെ ഒരു കൈനമാറ്റിക് പെയറിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ലിങ്ക് 2 ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് 3ഉം ലിങ്ക് 4ഉം തമ്മിലുള്ള ഒരു കൈനമാറ്റിക് പെയറിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ അത് ഓരോ ലിങ്കും 2 കൈനമാറ്റിക് പെയറിന്റെ ഭാഗമായി മാറുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദേ ഹാവ് എ റിലേറ്റീവ് മോഷൻ, ഇവ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ഒരു കൈനമാറ്റിക് ചെയിൻ ആണെന്ന് വിളിക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? എ കോമ്പിനേഷൻ ഓഫ് കൈനമാറ്റിക് പെയർ
joined in such a way that the relative motion between the links are completely constrained, completely or incompletely constrained, or successfully constrained. എങ്ങനെയായാലും വേണ്ടില്ല നമുക്ക് അതിന് വിളിക്കുന്ന പേരെന്താണ്? കൈനമാറ്റിക് ചെയിൻ ആണ്. കാരണം എന്താണ്? എ കോമ്പിനേഷൻ ഓഫ് കൈനമാറ്റിക് പെയർ. കൈനമാറ്റിക് പെയറിന്റെ കോമ്പിനേഷൻ ആണ്. ഓട്ടോമാറ്റിക് എന്തായിരിക്കും? ചെയിൻ ആയിരിക്കും അല്ലെ. And joined in such a way that relative motion between the link is completely or completely constrained എന്ന് പറഞ്ഞത് ഇൻകംപ്ലീറ്റ്ലി ആയാലും അതുപോലെ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? അതിന്റെ ആൻസർ എന്തായിരിക്കണം? അതിന്റെ ആൻസർ ഈസ് എന്തായിരിക്കും? കൈനമാറ്റിക് ചെയിൻ. ദാറ്റ് ഈസ് കോൾഡ് കൈനമാറ്റിക് ചെയിൻ. അതിന്റെ ആൻസർ എന്തായിരിക്കും? കൈനമാറ്റിക് ചെയിൻ. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2, ലിസ്റ്റ് എനി 2 പെർമനന്റ് ആൻഡ് ടെമ്പററി ഫാസ്റ്റ്. പെർമനന്റ് സ്ഥിരമായിട്ടുള്ള, ടെമ്പററി താൽക്കാലികമായിട്ടുള്ള ഫാസ്റ്റനേഴ്സിന് മറ്റൊരു പേരാണ് ജോയിന്റ്സ്. എന്താണ്? ജോയിന്റ്സ്. ടെമ്പററി ഓർ ഫാസ്റ്റ്, അതുപോലെ തന്നെ പെർമനന്റ് ജോയിന്റ്സിന് എക്സാമ്പിൾ പറയുക. നമുക്കറിയാം എന്താണ് ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ്, ബോൾട്ട്, സ്ക്രൂസ്, ലോക്ക് പിന്ന് ആൻഡ് വാഷേഴ്സ്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുകയും പിന്നെ ആവശ്യം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഊരിയെടുത്ത് ഒഴിവാക്കി വെക്കാം. വിത്തൗട്ട് കൺസിഡറിങ് ദ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ അതിനൊരു ഡിസ്ട്രക്ഷൻ സംഭവിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കേടുപാടില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഊരിയെടുത്ത് ഒഴിവാക്കാനും പറ്റും. അത്തരം ഫാസ്റ്റനേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടെമ്പററി ഫാസ്റ്റനേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി പെർമനന്റ് ഫാസ്റ്റനേഴ്സ് എന്താണ്? റിവെറ്റ്, വെൽഡ്, സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ്. അതായത് റിവെറ്റ് ചെയ്താലോ, വെൽഡ് ചെയ്താലോ, സോൾഡറിങ് ചെയ്താലോ ഏതെങ്കിലും ഒരു കേടുപാട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ബന്ധം വിച്ഛേദിക്കാൻ പറ്റുള്ളൂ. സോ അത്തരം ഫാസ്റ്റനേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെർമനന്റ് ഫാസ്റ്റനേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ നിങ്ങളോട് ചോദിച്ചെന്താണ്? ലിസ്റ്റ് എനി 2 പെർമനന്റ് ടെമ്പററി ആൻഡ് ഫാസ്റ്റനേഴ്സ്. 2 പെർമനന്റ് ആൻഡ് ടെമ്പററി, ഏതെങ്കിലും 2 ടെമ്പററി ആയിട്ടുള്ളതും പെർമനന്റുമായിട്ടുള്ള ഫാസ്റ്റനേഴ്സിനെ കുറിച്ച് എഴുതുക. ഇതിലേതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലേക്ക് പോവാണ്. പാർട്ട് ബിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടത് എക്സ്പ്ലെയിൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ഡക്റ്റൈൽ മെറ്റീരിയലിന്റെയും ബ്രിട്ടിൽ മെറ്റീരിയലിന്റെയും ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്കറിയാം ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമുക്കറിയാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമുക്കറിയാം. എന്താണ്? ഫോർ ദ ബ്രിട്ടിൽ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെന്ന് കരുതുക. ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ ഇങ്ങനെ പോയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സോ ഇങ്ങനെ പോയിട്ട് ദാറ്റ് ഈസ് ബ്രേക്കിംഗ് നടക്കും. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെ, അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, എങ്ങനെ ബ്രേക്കിംഗ് എന്നുള്ള ഒരു ഫെയിലിയർ അല്ലെങ്കിൽ എഫ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഇതാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ, ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസ്. ഇനി ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ഇങ്ങനെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അത് ഓട്ടോമാറ്റിക് അത് അവിടുന്ന് ബ്രേക്കിംഗ് ആണ് സംഭവിക്കുന്നത്. ഇതാണ് ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ. ഈസി അല്ലെ. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ല മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇതിന്റെ അപ്പർ ഈൽഡ് പോയിന്റ്, ഇതിനെ വിളിക്കുന്ന പേര് ഈൽഡ് പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഇതെന്താണ്? ഈൽഡ് പോയിന്റ് അല്ലെ, ഈൽഡ് പോയിന്റ് എടുക്കും. ഇതിന്റെ കേസിൽ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിൽ എന്ത് ചെയ്യും? അഥവാ എന്തായിരിക്കും? മാക്സിമം ആയിട്ടുള്ള അപ്പർ ടെൻസ് അല്ലെ ഈൽഡ് പോയിന്റ്. ഇവിടെ കേസിൽ എന്താണ്? ലാസ്റ്റ് മാക്സിമം സ്ട്രെസ് എത്രയാണ്? ഏതാണ് നമ്മൾ എടുക്കുന്നത്? ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ് എടുക്കുന്നത്. സോ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പൊ എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ? നമുക്ക് എഴുതാനുള്ളത് ഇത് മാത്രമാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ. എന്നാൽ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈൽഡ് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഇപ്പൊ ഈ ഒരു ഡെഫിനിഷൻ, ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ആ മാർക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. എങ്ങനെ? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ഏത് മെറ്റീരിയൽ? ബ്രിട്ടിലാണോ ഡക്റ്റൈലാണോ? അത് എഴുതാം. ബ്രിട്ടിൽ മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് എന്ന് എഴുതിയിട്ട് ഈസ് ഇങ്ങനെ ഒരു ഹരിക്കണം അഥവാ ഒരു ഹരിക്കണം എന്നുള്ള ചിഹ്നമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം? റേഷ്യോ ഓഫ് മുകളിലുള്ള വസ്തു എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിവൈഡറിന്റെ ശേഷമുള്ളത് ഈ ഒരു ഇതിനെ വിളിക്കുന്നവർ 2 എന്നാണ്. 2 വർക്കിംഗ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വർക്കിംഗ് സ്ട്രെസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷനായിട്ട് മാറി. സോ ഇതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ സെന്റൻസ് ആണ് അല്ലെ, സെന്റൻസ് ആക്കി എഴുതിയതാണ് ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഈ രണ്ടും എഴുതേണ്ടവർക്ക് രണ്ടും എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു 1 മാർക്ക് കിട്ടി. നെക്സ്റ്റ് 3 മാർക്കാണല്ലേ, 3 മാർക്ക്. അപ്പോൾ രണ്ടും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എഴുതാം, അതിനുശേഷം എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതാം, അടുത്ത ഡെഫിനിഷൻ എഴുതാം, ഈ ഇക്വേഷൻ എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 3 മാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കഴിഞ്ഞ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൂ. ഇനി പാർട്ട് സിയിലെ കേസിൽ പാർട്ട് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ. എന്താണ് ഈ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ? കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രെയിൻഡ് മോഷൻ എന്താണ്? ഇവിടെ കൺസ്ട്രെയിൻഡ് എന്നുള്ള ഒരു വേർഡ് കണ്ടില്ല. ഈ കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ എന്നാണ് അർത്ഥം വരുന്നത്. എന്താണ് റെസ്ട്രിക്ഷൻ? കോൾഡ് റെസ്ട്രിക്ഷൻ. ഓക്കെ, റെസ്ട്രിക്ഷനെയാണ് വിളിക്കുന്നത് കൺസ്ട്രെയിൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ നമുക്കറിയാം, ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. എക്സ്, വൈ, അതുപോലെ തന്നെ സെഡ് ഡയറക്ഷനിലൊക്കെ എന്തുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. പിന്നെ ഇതിന് അബൌട്ട് ആയിട്ട് റൊട്ടേഷണൽ മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ അല്ലെങ്കിൽ ഇതിന്റെ മൂവ്മെന്റ് ഫ്രീഡത്തെ നമ്മൾ എന്ത് ചെയ്യും, പല തരത്തിലുള്ള ഫോഴ്സ് കൊടുത്തുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്യുക, അതിന്റെ മൂവ്മെന്റ് തടസ്സപ്പെടുത്തുക. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് പല ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്തുകൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് അതിനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. സോ മെയിൻ ആയിട്ട് നമുക്ക് 3 തരത്തിലാണ് കൺസ്ട്രെയിൻഡ് മോഷൻ ഉള്ളത്. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഓക്കെ, രണ്ടാമത്തത് പാർഷ്യലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഇങ്ങനെ 3 തരത്തിലാണ് കൺസ്ട്രെയിൻഡ് മോഷൻ ഉള്ളത്. ഇപ്പൊ എന്താണ് എന്നുള്ള ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഈ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനിൽ ഈ റെക്ടാങ്കുലർ ഷാഫ്റ്റിന് ഓൺലി ഒരു ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ഒരിക്കലും റൊട്ടേഷണൽ മോഷനോ ബാക്കിയുള്ള ട്രാൻസ്ലേറ്ററി മോഷനോ ഒന്നുമില്ല. 1 ഡയറക്ഷനിൽ മാത്രമാണ് ഇതിനൊരു മൂവ്മെന്റ് ഉള്ളത്. സോ അതുകൊണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രം മൂവ്മെന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അത്രയും മോഷനെയാണ് എന്ത് വിളിക്കുന്നത്, കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. ഇത് ലിങ്ക് 1 ആണ്, ഇത് ലിങ്ക് 2 ആണ്. അപ്പൊ ഈ ലിങ്ക് 1നെ സംബന്ധിച്ച് 1 ഡയമെൻഷന് മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ. സോ ഇതിനെ വിളിക്കുന്ന പേര് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്നാണ്. എന്താണ് പറയുന്നത് നോക്കൂ. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ ഈസ് when the motion of the pair is limited to 1 direction. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. irrespective of the direction of the applied force. നിങ്ങൾ ഏത് തരത്തിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും, ഇങ്ങനെ ഫോഴ്സ് കൊടുത്താലും ഏത് തരത്തിൽ ഫോഴ്സ് കൊടുത്താലും അത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. Okay, for the example, a rectangular shaft moving in 1 direction in rectangular hole. Rectangular shaft move ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാർഷ്യലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ? ഈ പാർഷ്യലി ഓർ കൺസ്ട്രെയിൻഡ് മോഷൻ, സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഈ ഒരു ഷാഫ്റ്റിന് റോട്ടറി മോഷൻ അഥവാ ഇതിന് റോട്ടറി മോഷൻ ഉണ്ട് അല്ലെ, ഇതിനൊക്കെ ഇങ്ങനെ കറക്കാൻ പറ്റും, റോട്ടറി മോഷൻ ഉണ്ട്. അതുകൂടാതെ ഈ ഒരു ഷാഫ്റ്റിന് വേണമെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫോഴ്സ് കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം, ഇവിടെ ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ലോഡ് കാരണം മുകളിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ലോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷാഫ്റ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ലോഡ് ഇല്ലാത്ത സമയത്ത് 2 ഡയറക്ഷനിൽ 2 ഡയമെൻഷനൽ എന്നുണ്ടാവും മൂവ്മെന്റ് ഉണ്ടായിരിക്കും. എന്നാൽ ലോഡ് വരുമ്പോൾ അത് ഒന്ന് മാത്രമായിട്ട് മാറും. ഓൺലി ഈ ഒരു ഷാഫ്റ്റിന് റൊട്ടേഷൻ മാത്രമായിട്ട് മാറും, 1 ഡയറക്ഷനിൽ മാത്രമായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത്തരം മോഷനെയാണെന്ന് വിളിക്കുന്നത് പാർഷ്യലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. എന്താണെന്ന് നോക്കൂ. ഇൻ പാർഷ്യലി കൺസ്ട്രെയിൻഡ് മോഷൻ when there is no external force is applied, force apply ചെയ്യാത്തിടത്തോളം കാലം the motion will be in more than 1 direction, ഒന്നിൽ കൂടുതൽ ഡയറക്ഷനിൽ മോഷൻ ഉണ്ടായിരിക്കും. but when the external force is applied, external force apply ചെയ്യുമ്പോൾ the motion is restricted into a single direction, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ഇത് ചെയ്തു റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്, പാർഷ്യലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്.
എക്സാമ്പിൾ ആണ് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് അതിന് എക്സാമ്പിൾ. നെക്സ്റ്റ്, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ ഡയറക്ഷനിൽ അതിന് മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. ഓക്കെ, ഇവിടെ 1 2 അല്ലെ, ഈ ഷാഫ്റ്റ് എന്തുണ്ട്? റൊട്ടേഷണൽ മൂവ്മെന്റ് ഉണ്ട്, ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് ഉണ്ട്. സോ മോർ ദാൻ വൺ ഡയറക്ഷനിൽ ഇതിനൊരു മൂവ്മെന്റ് ഉണ്ട്. സോ അതിന് വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. 3 മാർക്കാണ്. സോറി, സി മാർക്ക് 7 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലൈറ്റ് ഹാവിംഗ് 100 mm, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പ്ലൈറ്റ് ഹാവിംഗ് 100 mm വൈഡ്. എത്ര mm ആണ്? 100 mm wide. A plate having 100 mm wide and 10 mm thick is to be welded another plate by means of double parallel fillet. Double parallel fillet എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു കണ്ടോ, ഇതാണ് ഫില്ലറ്റ് വെൽഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഫില്ലറ്റ് വെൽഡ് എന്ന് വിളിക്കുന്നത്. ഡബിൾ പാരലൽ ഫില്ലറ്റ്, രണ്ട് സൈഡിലും എന്തുണ്ട്? പാരലൽ ആയിട്ടുള്ള ഫില്ലറ്റ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഡബിൾ പാരലൽ ഫില്ലറ്റ്. ദ പ്ലേറ്റ് ഈസ് സബ്ജക്ട് ടു സ്റ്റാറ്റിക് ലോഡ് ഓഫ് 80 kN ആൻഡ് കാൽക്കുലേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് weld if permissible shear stress weld does not exceed 55 megapascal. 55 megapascal മുകളിലാവാനും പാടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്ന ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതിക്കോളൂ. ഗിവൺ ഡാറ്റാസ് എന്താണ് ഗിവൺ ഡാറ്റാസ് ഉള്ളത്? ഗിവൺ ഡാറ്റാസ് ഏതൊക്കെയാണ്? എ പ്ലേറ്റ് 100 mm വൈഡ്, നമുക്കത് ആവശ്യമില്ല അല്ലെ. പിന്നെ തിക്നെസ് 10 mm thick is to be welded. 10 mm തിക്നെസ്സിലാണ്. തിക്നെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രയും തിക്നെസ്സിലാണ് വെൽഡ് ചെയ്യേണ്ടത്. നമുക്ക് എസ് എന്ന് കൊടുക്കാം. സൈസ് ഓഫ് വെൽഡ് അല്ലെങ്കിൽ ലെഗ് സൈസ് ഓഫ് ദ വെൽഡ് എന്ന് വിളിക്കാം. എസ് ഈസ് ഈക്വൽ ടു 10 mm ആണ് വേണ്ടത് അല്ലെ. ഓക്കെ, സൈസ് ഓഫ് ദ വെൽഡ് 10 mm ആണ്. ആൻഡ് മീൻസ് ഡബിൾ പാരലൽ ഫില്ലറ്റ് ആണ്. പ്ലേറ്റ് ഈസ് സബ്ജക്ട് ടു സ്റ്റാറ്റിക് ലോഡ് ഓഫ് ഫോഴ്സ് ആണ് വേണ്ടത്. ഫോഴ്സ് എത്ര തന്നിട്ടുണ്ട്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പി, നമ്മൾ പി എന്ന് എഴുതാം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് എഴുതാം, വാട്ട് എവർ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 80 kN. ഇതിനകത്ത് ഉടനെ തന്നെ മാറ്റുക. 80 × 10⁻³ Newton. 10⁻³ Newton. ഓക്കെ, നെക്സ്റ്റ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55 megapascal. 55 megapascal ആണ്. നമുക്ക് എന്ത് എഴുതാം? 55 Newton/mm². ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഷിയർ സ്ട്രെസ് ആണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഡബിൾ പാരലൽ ഫില്ലറ്റ് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഇവിടെ ഷിയർ ഏരിയ ഇങ്ങനെയാണ് കട്ടായി പോകുന്നത്. സോ അതെന്താണ്? ഷിയർ സ്ട്രെസ് ആണ് ഇവിടെ അനുഭവപ്പെടുന്നത് അല്ലെ. നമുക്ക് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ അറിയാലോ. എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ഷിയർ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ, ഷിയർ ഫോഴ്സ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻറ്റു ഷിയർ ഏരിയ. നമുക്കറിയാം ഷിയർ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം ഏരിയ വരുന്നത് ഈ ഒരു സർഫസിലൂടെ ആയിരിക്കും അല്ലെ. ഇതിന്റെ സെന്റർ കൂടി ആയിരിക്കും. ഇതിന്റെ സെന്റർ എങ്ങനെ കിട്ടാം? ഇത് എച്ച് ആണ്. വെൽഡ് ചെയ്ത ഏരിയ എച്ച്, ഇത് എച്ച് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഇവിടെ കിടക്കുന്ന അല്ലെ. ഇവിടെ വെൽഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷേപ്പിലാണ്. സോ ഇതിന്റെ മാക്സിമം ഏരിയ എപ്പോഴാണ് വരുന്നത്? ക്രോസ് സെക്ഷൻ ഏരിയ വരുന്ന എപ്പോഴാണ്? ഇങ്ങനെ വരുമ്പോഴാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതിന് നമ്മൾ ടി എന്ന് കൊടുത്താൽ അഥവാ ത്രോട്ട് ഓഫ് ദ വെൽഡ് ടി എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.707s ആണ്. 0.707s. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എന്തായിരിക്കും? റൂട്ട് ഔട്ട് ദ ലെങ്ത് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ഷിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.707s ഇൻറ്റു എൽ എന്നായിരിക്കും. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞത് 0.707s ഇൻറ്റു എൽ എന്നായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി കൂടെ എന്താ ഇക്വേഷൻ എഴുതാം? ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 80 × 10⁻³ ഈക്വൽ ടു ഷിയർ സ്ട്രെസ് എത്രയാണ്? 55 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏരിയ എങ്ങനെയാണ്? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. 0.707s ഇൻറ്റു എൽ എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.707 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എസ് തന്നിട്ടുണ്ട് 10 mm അല്ലെ. 10 ഇൻറ്റു എൽ എന്ന് പറഞ്ഞത് ഇവിടുത്തെ എല്ല് മാത്രം എടുത്താൽ പോരാ, കാരണം 2 സൈഡ് ഉണ്ട്. സോ എൽ എന്തായിട്ട് മാറും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എത്ര വേണം? കാൽക്കുലേറ്റ് ദ വെൽഡ് ഈസ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് വെൽഡ് ഡസ് നോട്ട് എക്സീഡ്. കാൽക്കുലേറ്റ് ദ ലെങ്ത്. അപ്പൊ എൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമുക്ക് 2l ആണ് എടുക്കേണ്ടത്. 2 സൈഡിലുണ്ട്. ഓക്കെ, അപ്പൊ എൽ ഈസ് ഈക്വൽ ടു നമ്മുടെ അടുത്ത ഇക്വേഷൻ 80 × 10⁻³ divided by 55 × 707 into 10 × 2. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പെട്ടെന്ന് ചെയ്തോളൂ. എത്രയാണ് ആൻസർ? ഓക്കെ, എത്രയാണ് ആൻസർ? പെട്ടെന്ന് ചെയ്തോളൂ. നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ആൻസർ കിട്ടും? 80 × 10⁻³
80 ഇൻറ്റു 10⁻³ ചെയ്യാം. 80 ഇൻറ്റു 10⁻³ ഹരിക്കണം 55 ഇൻറ്റു 0.707 ഇൻറ്റു 10 ഇൻറ്റു 2. ആൻസർ നമുക്ക് കിട്ടുന്നത് 102.86 mm. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടെ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ വിത്ത് ഫസ്റ്റ് ഇൻവേഷൻ. ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ നമുക്കറിയാം, ഒരു 4 ബാർ മെക്കാനിസത്തില് രണ്ട് ലിങ്ക് എന്താക്കി മാറ്റുക, സ്ലൈഡർ ആക്കി കൺവേർട്ട് ചെയ്യുക. രണ്ട് ലിങ്കിനെ സ്ലൈഡർ ആക്കി കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഫസ്റ്റ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലിങ്കിനെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത് ഫസ്റ്റ് ഇൻവേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു, ഇതൊരു 4 ബാർ മെക്കാനിസം ആണ്. ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4. ലിങ്ക് 4 ഒരു ലിങ്ക് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് എന്താണ്, സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇനി രണ്ട് ലിങ്ക് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിന് വിളിക്കുന്ന പേര് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇവിടെ കണ്ടില്ലേ, രണ്ട് ലിങ്ക് 1 ഇവിടെ ഫിക്സ് ചെയ്തു, ലിങ്ക് 2 സ്ലൈഡർ ആണ്, ലിങ്ക് 3 കണക്റ്റിംഗ് റോഡ് ആണ്, ലിങ്ക് 4 സ്ലൈഡർ ആണ്, ലിങ്ക് 1 വീണ്ടും ഇത് ലിങ്ക് 1 തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഇതിനെയാണ് വിളിക്കുന്നത് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ രണ്ട് ടേണിംഗ് പെയറും രണ്ട് സ്ലൈഡിംഗ് പെയറും ഉണ്ടായിരിക്കും. ഇത് ലിങ്ക് 2ഉം ലിങ്ക് 4ഉം എന്താണ്, സ്ലൈഡിംഗ് പെയർ ആണ്. ഈ ലിങ്ക് 2ഉം ലിങ്ക് 3ന്റെ ഇടയിൽ ഇത് ടേണിംഗ് പെയർ ആണ്. ലിങ്ക് 2ന്റെയും ലിങ്ക് 3ന്റെ ഇടയിൽ ടേണിംഗ് പെയർ, ലിങ്ക് 4ന്റെയും അതുപോലെ തന്നെ ലിങ്ക് 3ന്റെ ഇടയിലും എന്താണ്, ടേണിംഗ് പെയർ. ലിങ്ക് 1ഉം ലിങ്ക് 2 നോക്കുന്ന സമയത്ത് സ്ലൈഡിംഗ് പെയർ ആണ്. ലിങ്ക് 1ഉം ലിങ്ക് 4 നോക്കുമ്പോഴും സ്ലൈഡിംഗ് പെയർ ആണ്. ഇപ്പൊ രണ്ട് സ്ലൈഡിംഗ് പെയറും രണ്ട് ടേണിംഗ് പെയറും ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ എന്നാണ്. ഓക്കെ ആണോ? ഈ ഒരു ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് എലിപ്റ്റിക്കൽ ട്രാമൽ എന്നാണ്. എന്താ വിളിക്കുക? എലിപ്റ്റിക്കൽ ട്രാമൽ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഡ്രോ ദ എലിപ്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലിപ്റ്റിക്കൽ ട്രാമൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്ലൈഡറിന് ഓൺലി ഈ ഡയറക്ഷനിൽ മാത്രമേ മോഷൻ ഉണ്ടാവുള്ളൂ. ഈ സ്ലൈഡറിന് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ മോഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് നോക്കാം. നോക്കൂ. ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കൃത്യമായിട്ട് ഈ ഒരു സ്ലൈഡർ, ഇത് സ്ലൈഡറാണ്, ഇതിന്റെ ഇടയിൽ ക്രാങ്ക് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മൾ പാന ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് കിട്ടും? അതിനൊരു എലിപ്സ് ഡ്രോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ പാനയുടെ പൊസിഷൻ നമ്മൾ മാറ്റി വെക്കുന്നതിനനുസരിച്ച് ഡിഫറെന്റ് ലെങ്ത് ഉള്ള എലിപ്സുകൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇനി ഇവിടെയാണ് വെച്ചെങ്കിൽ വേറൊരു എലിപ്സ് കിട്ടും. ഇനി പുറത്തേക്ക് കുറച്ച് പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ പാന വെക്കുന്നതെങ്കിൽ വേറൊരു സൈസിൽ എലിപ്സ് കിട്ടും. ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലിപ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് എലിപ്റ്റിക്കൽ ട്രാമൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വഴിയാണ് എലിപ്റ്റിക്കൽ ട്രാമൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വിത്ത് ഫിഗർ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ആൻഡ് സിംഗിൾ റിവറ്റഡ്. നമ്മൾ ചോദിച്ചത് മാത്രമാണ് സിംഗിൾ റിവറ്റഡ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റും സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിന്റും. എന്താണ് ലാപ്പ് ജോയിന്റ്? ലാപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കണം? ലാപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് മെറ്റൽ, ഇങ്ങനെ ഒരു ഷീറ്റ് മെറ്റൽ ആണെച്ചോളൂ, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഇങ്ങനെയാണ് വെച്ചോളൂ. അടുത്ത മെറ്റൽ ഇതിന്റെ ഫസ്റ്റ് മെറ്റലിന്റെ ലാപ്പിൽ മടിയിലിരിക്കുന്ന പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ലാപ്പ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കുന്ന വെൽഡ്, ഇതാണ് വെൽഡ്. ഓക്കെ, ഇത് സിംഗിൾ ഫില്ലറ്റ് വെൽഡ് ആണ്. ഇതല്ലെങ്കിൽ എന്താണ്? ഇത് ഡബിൾ ഫില്ലറ്റ് വെൽഡ് ആണ്. സിംഗിൾ ഫില്ലറ്റ് ഇവിടെ രണ്ട് സൈഡ് കൊടുത്ത ഡബിൾ ഫില്ലറ്റ് ആയി. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എന്ത് മാത്രമാണ്? റിവറ്റ് ആണ്. റിവറ്റ് ആയാലും എന്തായാലും ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇങ്ങനൊരു പോർഷനെയാണ് ഒന്നിന്റെ മടിയിലിരിക്കാൻ കഴിയുന്ന പേരാണ് ലാപ്പ് എന്ന് വിളിക്കുന്നത്. നമുക്ക് വെൽഡ് അല്ല ചോദിച്ചത്, ഇവിടെ എന്താണ്? റിവറ്റ് ആണ്. റിവറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ റിവറ്റ് എന്ത് ചെയ്യും? നമ്മൾ ഇതിവിടെ റിവറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ റിവറ്റ് ചെയ്യും. ഇതിനിങ്ങനെ റിവറ്റ് ഉണ്ടാവും. സോ ഇതാണ് എന്താ വിളിക്കുന്നത്? സിംഗിൾ റിവറ്റ് എന്ന് വിളിക്കുന്നത്. സോ അതിന്റെ ഫിഗർ ഇവിടെ നോക്കാം. ഏതൊക്കെ തരത്തിലാണ് റിവറ്റ് ഉള്ളത്? രണ്ട് തരത്തിൽ റിവറ്റ് ആണ്, ലാപ്പ് ആൻഡ് ബട്ട്. ബട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതൊരു സ്ട്രാപ്പ്, അടുത്തൊരു സ്ട്രാപ്പ്. ഈ രണ്ട് സ്ട്രാപ്പിനെ കൂടി വേറൊരു കവർ പ്ലേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ
ജോയിൻ ചെയ്യുന്നത്. ഈ ജോയിൻ ചെയ്യേണ്ട ശരിക്കും എന്താണ് 1ഉം 2ഉം കൂടിയാണ്. അപ്പൊ മൂന്നാമതൊരു കവർ പ്ലേറ്റ്, ഇതൊരു കവർ പ്ലേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ബട്ട് ജോയിന്റ് എന്നാണ്. ഇനി ലാപ്പ് ജോയിന്റ് എങ്ങനെയാണ്, ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് റിവെറ്റ് ചെയ്യും. ഇതിനെയാണ് വിളിക്കുന്നത് ലാപ്പ് ജോയിന്റ്. ക്ലിയർ ആയോ? സോ ഇതിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതൊക്കെയാണ് ലാപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ, കണ്ടില്ലേ, ഒന്നിന് മുകളിൽ ഒന്ന് വെക്കുക. ഈ ഒരു പ്ലേറ്റ്, ഇതാണ് ഒരു പ്ലേറ്റ്, ഫസ്റ്റ് പ്ലേറ്റ് ഇതാണ്, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റിവെറ്റ് ചെയ്യുന്നു. അത് ഒരു റോസ് ഓഫ് റിവെറ്റ് ആണല്ലെങ്കിൽ അതിനെ സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിന്റ് എന്നും, 2 റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിന്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ചെയിൻ ടൈപ്പ് എന്നും വിളിക്കാറുണ്ട്. ചെയിൻ ടൈപ്പിന് 2 ഉണ്ട്. എന്താണ്, പാരലൽ റിവെറ്റ് ഉണ്ട്, അതുപോലെ സിഗ്സാഗ് ഉണ്ട്. സിഗ്സാഗ് ഒന്ന് ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2 ഇവിടെയാണെങ്കിൽ ഇതിന്റെ ഇടയിലായിരിക്കും അടുത്തത്. അപ്പൊ അതാണ് എന്താ വിളിക്കുന്നത്, സിഗ്സാഗ് എന്ന് വിളിക്കുന്നത്. സിഗ്സാഗ്, ഓക്കെ, അതിനെയാണ് സിഗ്സാഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻ ലാപ്പ് ജോയിന്റ് ദ എഡ്ജസ് പ്ലേറ്റ് ആർ സിംപ്ലി ലേഡ് ഓവർ ദ ഈച്ച് അതർ ആൻഡ് റിവെറ്റഡ്. അതിന്റെ എഡ്ജസുകൾ തമ്മിൽ എന്ത് ചെയ്യും, സിംപ്ലി ലാപ്പ് ഓവർ ദ അനദറിന്റെ മുകളിൽ ഇത് ലേഡ് ചെയ്യും, ഒന്നിന്റെ മുകളിൽ ഒന്ന് ലേഡ് ചെയ്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് റിവെറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്നത് ലാപ്പ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. Lap joint is a joint in which part of one member overlaps the other. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. The two members are riveted. അതിനുശേഷം ചെയ്യുന്നു, ആ 2 മെമ്പേഴ്സിനെ ഒരുമിച്ച് റിവെറ്റ് ചെയ്യുന്നു. Single riveted lap joint in which there are single row of rivet. Single row of rivet ആണെന്നുണ്ടെങ്കിൽ ലാപ്പ് ജോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് സിംഗിൾ റിവെറ്റ് ലാപ്പ് ജോയിന്റ് എന്നും. ഇനി അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ സെന്റർ മുതൽ ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് പിച്ച് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക, ഇൻ എ റോ, ഒരു റോയിലെ 2 റിവെറ്റുകൾ തമ്മിലുള്ള സെന്റർ ഡിസ്റ്റൻസിനെയാണ് വിളിക്കുന്നത്, നമ്മളെന്താ വിളിക്കുന്നത്, റോയിലെ പിച്ച് എന്ന് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതിനെയാണ് വിളിക്കുന്നത് പിച്ച് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സിക്സാഗ് ലാപ്പ് ജോയിന്റ്. സിക്സാഗ് ആവുന്ന സമയത്ത് ഉണ്ടല്ലേ, ഇതാണ് സിക്സാഗ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സെഡില് സിക്സാഗ് ആയിട്ട് കാണുന്നു. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സിക്സാഗ് ലാപ്പ് ജോയിന്റ്. പക്ഷെ നമുക്ക് പറഞ്ഞിട്ടില്ല, ആഡ് ചെയ്തതാണ്, നമ്മൾ സിംഗിൾ റിവെറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അടുത്തത് ബട്ട് ജോയിന്റ്. ബട്ട് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു കവർ പ്ലേറ്റ് വെച്ചിട്ടും 2 കവർ പ്ലേറ്റ് വെച്ചിട്ടും നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, റിവെറ്റ് ചെയ്യാറുണ്ട്. സോ ഒരു കവർ പ്ലേറ്റ് ആണെങ്കിൽ അതിന് വിളിക്കുന്നത് സിംഗിൾ റിവെറ്റഡ് ബട്ട് ജോയിന്റ് വിത്ത് എ സിംഗിൾ കവർ പ്ലേറ്റ്. ഒരു സിംഗിൾ കവർ പ്ലേറ്റ് നോക്കി, ഓക്കെ, സിംഗിൾ കവർ പ്ലേറ്റ് വെച്ചുകൊണ്ട് സിംഗിൾ റിവെറ്റ്. ഇവിടെ നോക്കൂ, വൺ റോ ഓഫ് റിവെറ്റേ ഉള്ളൂ ഒരു പ്ലേറ്റിൽ. ഇതാണ് നമ്മുടെ ഒരു പ്ലേറ്റ്. നമുക്ക് വേണ്ട പ്ലേറ്റ് ഇതാണ് 2ാമത്തെ പ്ലേറ്റ്, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് 2ാമത്തെ പ്ലേറ്റ്. അപ്പൊ എന്താണ്, ഈ ഒരു പ്ലേറ്റിൽ എന്താണ്, ഒരു റോ ഓഫ് റിവെറ്റേ ഉള്ളൂ. സോ അങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ റിവെറ്റഡ് ബട്ട് ജോയിന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതും ഒരു റിവെറ്റേ ഉള്ളൂ ഒരു പ്ലേറ്റിൽ. സോ ഇറ്റ്സ് കോൾഡ് സിംഗിൾ റിവെറ്റഡ് ബട്ട് ജോയിന്റ്. പക്ഷേ കവർ പ്ലേറ്റ് ഇവിടെ ഒന്നേ വെച്ചുള്ളൂ, അതുകൊണ്ട് വിത്ത് എ സിംഗിൾ കവർ പ്ലേറ്റ്. ഇവിടെ എന്താ, 2 കവർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഒരു കവർ പ്ലേറ്റ് ഉണ്ട്, താഴെ ഒരു കവർ പ്ലേറ്റ് ഉണ്ട്. സോ വിത്ത് ഡബിൾ കവർ പ്ലേറ്റ്. ഇതെന്താണ്, സിംഗിൾ ബട്ട് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫിഗർ നിങ്ങൾ വരയ്ക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പിച്ചും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതോടെ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, അടുത്ത സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.